എന്ത് പറ്റി സാർ? എനി പ്രോബ്ലം? നോ, നത്തിങ്. ഈ കുട്ടി എന്തോ കണ്ട് പേടിച്ചു. ക്ലാസ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ? പേടിച്ചു. എന്ത് കണ്ട് പേടിച്ചു? ഒരു ചെകുത്താനെ കണ്ട് പേടിച്ച്. അത് ഇവിടെ പാറ്റ, ഇഷ്ടം പോലെ പാറ്റ ഉണ്ടായിരുന്നു ക്ലാസ് റൂമിൽ. ഞാൻ പെട്ടെന്ന് എൻ്റെ കാലയിലോട്ട് കയറിയപ്പോൾ ഞാൻ സൗണ്ട് വെച്ചതാ. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യം നോക്കണേ, പാറ്റയെ പല്ലിയെ വരെ പേടിയാ അല്ലേ സാറേ? വശ്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് നീ ആൽവിയെ നോക്കുന്നു. അത് സാറ് പറഞ്ഞത് 100% ശരിയാ. പിന്നെ ഇതെന്റെ മോളാണ്, പേര് അൽബിയാന ജാസ്മിൻ. ഇവിടെ 3rd ഇയർ പഠിക്കുന്നു. അറിയാം, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പരിചയമുണ്ട്. നിങ്ങൾ തമ്മിൽ അറിയോ? എങ്ങനെ? അതപ്പോ ആൽവി ഇതുവരെ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല? സാറിന് സൗകര്യം പോലെ മോള് തന്നെ പറഞ്ഞു തന്നോളൂ. എന്റെ ടൈം പോകുന്നു. ശരി, ഞാൻ എന്നാൽ പോട്ടെ. എന്നാ ഓക്കെ ആൽവി, നമുക്കിനിയും കാണണം. അയ്യോ തൊലച്ച്, ഈ കോലമാടനെ ഞാൻ മിക്കവാറും കൊല്ലും. ഞങ്ങൾ ഒരു തവണ കണ്ടിട്ടുണ്ട്. എന്നെ എന്തിനോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങുന്ന സമയം തോന്നുന്നു. ഞാൻ പോന്നു പാപ്പാ. ആനം പറഞ്ഞ് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് ഒറ്റ ഓട്ടം. എന്തിനു ഹെൽപ്പ് ചെയ്തെന്നോ? എന്തിനു ഹെൽപ്പ് ചെയ്തു? അതൊന്നും അറിയണമല്ലോ. ചോദിക്കാന്ന് വെച്ചപ്പോ DCP സാറും പോയോ? പിന്നെ തിരക്കാം. ഇപ്പോഴാ ഒരാശ്വാസായ. എന്താടി, ജെറ്റ് വിമാനം വിട്ടതുപോലെ ഓടുന്നതും കണ്ട് അതേ സ്പീഡിൽ തിരിച്ചു വരുന്നതും കണ്ട്. നീ ഇതെങ്ങോട്ടാ പോയത്? ഞാനോ അപ്പിടാൻ ഓടിയതാ. എന്താടാ? സൂപ്പർ. അപ്പൊ ദാസ പഞ്ചായത്തിന്റെ ഫലൂടെ ഫലിച്ചു തുടങ്ങി. പിന്നെ നീ എവിടെ പോയതാ? അത് ഞാൻ ഒരു പരിചയക്കാരനെ കണ്ടോണ്ട് അതാണോന്നറിയാൻ പോയതാ. ഞാനറിയാത്ത ഏത് പരിചയക്കാരൻ നിനക്ക്? എല്ലാരും നീ അറിയോ? സത്യം പറ, നീ എങ്ങോട്ടാ പോയത്? നിനക്കുള്ള ലൈന് സെറ്റായാ? ഓടി അവിടുന്ന്. പ്രാണവേദന എടുത്തിരിക്കുമ്പോഴാ അവിടെ അമ്മുമ്മയുടെ വീണവായന. പിന്നെ നീ എങ്ങോട്ടാ കൊച്ചേ പോയത്? നീ പെട്ടെന്നാണല്ലോ അങ്ങോട്ട് ഓടിപ്പോയത്. നീ ആരെ കാണാൻ പോയതാ പിന്നെ? എടിയത് നമ്മുടെ അരിപ്പൊടി. അതിനെ ഞാൻ ഇവിടെ കണ്ട്. ഇനി ആ കേസിന്റെ വല്ല നൂലാമാലകൾക്കും വേണ്ടി വീണ്ടും വന്നതാണോ എന്നറിയാനാ ഞാൻ ഓടിയത്. പക്ഷെ കൈയോടെ പൊക്കി അയാൾ എന്നെ. പോരാത്തതിന് അവസാനം ഞങ്ങള് പപ്പയുടെ മുമ്പിൽ ചെന്ന് വിട്ട്. ഒരു തരത്തില രക്ഷപ്പെട്ട് ഓടിയത്. ഇനി പപ്പയ്ക്ക് വല്ലതും അറിയാവോന്ന് എനിക്കൊരു പേടിയുണ്ട്. അയ്യോ, ചതിച്ച പപ്പ പൊക്കിയ നിന്നെ എങ്ങാനും പൊക്കിയ അതിന്റെ പിന്നിൽ ഞാനാണെന്ന് ഉറപ്പായിട്ടും പപ്പ അറിയോ? പിന്നെ എന്റെ കാര്യം അയ്യോ അതോ കിട്ടി. സുഭാഷ്, ഇതിന്റെ കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ രണ്ടുപേരെയും പൊക്കിയപ്പോ അപ്പ എന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കും. എന്റെ ആൽവി, നീ എന്തിനാ ഇത്രയും വലിയ സാഹസത്തിന് പോയത്? അയാൾ എന്തിനാ ഇവിടെ വന്നതെന്ന് എങ്ങനെ അറിയും നമ്മൾ? അയാളത് കേസാക്കി കാണോ? ഇനി വല്ല ചീറ്റിംഗ് ഒക്കെ ചെയ്തെന്നും പറഞ്ഞ്. കൊച്ചേ, പേടിപ്പിക്കല്ലേ നീ. ആവശ്യമില്ലാത്ത ഡെയറിനൊക്കെ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്.
ഞാനങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, അറിയാലോ എന്നെ. പക്ഷേ അയാളുടെ ഒരു മനഃശാസ്ത്രവും ശാരീരികമായ ശാസ്ത്രവും വെച്ച് അയാൾ എന്തും ചെയ്യും. തൻ്റെ അരികിലിരുന്ന ഡസ്റ്റർ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് റയാൻ പറഞ്ഞു, ദാ പിടിച്ചോ എന്റെ രാജിക്കത്ത്. ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ആയിട്ട് കൂട്ടിയാൽ മതി ഇത്. എന്നിട്ടെന്താ, ഞാൻ അപ്പുറത്ത് വട്ടവിള ശാന്തയുടെ ഗ്രൂപ്പിൽ പോയി ചേരാൻ പോവാ. ആര്? വട്ടവിള ശാന്തേ? അതാരാ? ഓ എടി, സെക്കൻഡ് ഇയർ പഠിക്കുന്ന ചാന്ദിനി, അവളെയാണ് ഈ വട്ടവിള ശാന്തി എന്ന് പറഞ്ഞ് ഇവർ ബോയ്സ് എല്ലാം കളിയാക്കുന്നത്. ഓ ആ അറ്റൻ ചരക്ക്, ചെല്ല് പുഷ്പിക്കുന്നി. നിന്റെയൊക്കെ കൂടെ കൂടി പപ്പയുടെ കയ്യിൽ നിന്ന് ബെൽറ്റിനടി കൊള്ളുന്നതിനേക്കാൾ നല്ലത് ശാന്തയുടെ കൂടെ നിന്ന് പുഷ്പിക്കുന്നതാ. കുറച്ച് ഞാൻ പുഷ്പിച്ചിട്ട് വരാം. അയ്യോ, ഇങ്ങോട്ട് വരണോന്നില്ല, അവിടെ തന്നെ നിന്നു. പിന്നെ അവളെടുത്ത കാര്യായി. ഡാമേജ് മുതലൊന്നും അവള് സ്വീകരിക്കുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഡാമേജ് മുതലാ? ഫ്രഷ് പീസ് അടി ഞാൻ. ഫ്രഷ് പീസ്? അയ്യേ, ഫ്രഷ് പീസ്. ചെട്ടിക്ക് എത്ര ഓട്ടയുണ്ട് നിനക്ക്? ഇപ്പൊ ഇട്ടിരിക്കുന്നതാണോ അതോ വീട്ടിൽ കിടക്കുന്നതാണോ? ഇപ്പൊ ഇട്ടിരിക്കുന്നതിൻ്റെതാ ചോദിച്ചത്. അതിപ്പോ ഇപ്പൊ ഇട്ടിരിക്കുന്നതിന് ഒരെണ്ണേ ഉള്ളൂ. കൊണ്ടില്ല അതും കൊണ്ട് ഓടി അവിടുന്ന്. ഈ ജെട്ടിക്കും ആരാധകരേറെയാണ് മോളെ എന്നും പറഞ്ഞ് റിയാൻ അവിടെ നിന്നും പോകുന്നു. അതും നോക്കി കണ്ണും തള്ളിക്കൊണ്ട് നമ്മുടെ ലീസ പറഞ്ഞു, വല്ലാത്തൊരു മുതല് തന്നെ. എന്റെ റേച്ചലെ, ആ വയറ്റി വെച്ചതിന് കഴുത്ത് നെരിച്ചങ്ങ് കൊല്ലായിരുന്നില്ലേ ഇതിനെ? ശ്രമിച്ചതാ, പക്ഷെ പണ്ടാരക്കാലം പെടലിക്കിട്ട് ചവിട്ടി. രാത്രി വിയുടെ ക്യാബിനിൽ. ഇറങ്ങാം. ക്യാബിനിലേക്ക് കയറി വന്നുകൊണ്ട് ജെയിംസ് ചോദിച്ചു, നീ വിട്ടോടാ, ഈ FIR-ൽ ഒരുപാട് കറപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ വന്നോളാം. ആ പന്ന മോൻ എനിക്ക് തന്ന പണിയാ. അവസാനം അയച്ചിമോൻ കയറി പിടിച്ചല്ലേ. നടക്കട്ടെ നടക്കട്ടെ. ഇപ്രാവശ്യം എന്താ കാര്യം? അയാളുടെ കൂട്ടുകാരന്റെ മോന്റെ പേര് കൂടി ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലേ. കണ്ട കഞ്ചാവ് പിടിച്ച് പെണ്ണിനെ പിടിച്ച് നടക്കുന്നവനെ ഞാൻ പുണ്യാളനാക്കി കാണിക്കണമെന്ന് അവൻ പറയുന്നത്. അതൊരിക്കലും നടക്കാൻ പോണില്ല, എന്റെ തൊപ്പി തെറിച്ചാലും. അതിനിപ്പോ അങ്ങേര് നിനക്ക് എന്ത് പണിയാടാ തന്നത്? ഇരുന്ന പഴയ ഫയലിലെ കറപ്ഷൻസ് ഒക്കെ എടുത്ത് എന്റെ മേശപ്പുറത്തോട്ട് വെച്ചാണ്. അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന്. വെറുതെ സമയം കളയണ്ടേ? എന്നാ ശരി, നാളെ നേരം വെളുത്തിട്ടല്ലേ നീ ഇറങ്ങുള്ളൂ. അതിന് ഈ ആൽവി രണ്ടാമതൊന്നുകൂടി ജനിച്ചാൽ പോലും നടക്കാൻ പോണില്ല. ഞാൻ എനിക്കൊരു സമയം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാ ഈ ഫയൽ എടുത്ത് ഞാൻ ദൂരോട്ട് എറിഞ്ഞിട്ട് പോകും. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ടടാ കേട്ടോ. മാക്സിമം 10 മണി. അത് കഴിഞ്ഞാൽ ഞാനും ഇറങ്ങും. ഫയലൊക്കെ പിന്നെ ഒരു മൂലയ്ക്ക് കിടന്നോളൂ. അയ്യമാൻ അവിടെ കിടന്ന് തെറി വിളിക്കട്ടെ. ചെവിയില് നമുക്ക് പഞ്ഞി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എന്റെ ആൽവി സമ്മതിച്ച്. എന്തായാലും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനില്ല, നടക്കട്ടെ. ഫയലിലെ കറപ്ഷൻ നോക്കിയിരുന്ന ആൽവി സമയം പോയത് അറിഞ്ഞതേയില്ല. യാദൃശ്ചികമായി ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് 10:30 കഴിഞ്ഞ വിവരം അവൻ അറിയുന്നത്. എന്നെ നോക്കിയിരുന്ന് ഉറങ്ങിക്കാണും. ഇന്ന് ഞാൻ നേരത്തെ ചെല്ലാന്ന് പ്രോമിസ് ചെയ്തതായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങി കാറിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യയാണ് ഒരു പെൺകുട്ടി നടു റോഡിലൂടെ ഇരുട്ടത്ത് നടന്നു പോകുന്നത് ആൽവി കാണുന്നത്. അവൻ പെട്ടെന്ന് തന്നെ കാർ സ്റ്റോപ്പ് ചെയ്ത് കാറിൽ നിന്നും ഇറങ്ങി ആ പെൺകുട്ടിയെ ലക്ഷ്യം വെച്ച് നടന്നു. എക്സ്ക്യൂസ് മീ, സ്റ്റോപ്പ് ദേർ. ഐ ആം എ പോലീസ്മാൻ. സ്റ്റോപ്പ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ആൽവി ആളെ കണ്ട് ഞെട്ടി. ആൽവിയെ കണ്ട് ആളും ഞെട്ടി. സാറ് എന്താ ഇവിടെ? നീയോ? അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യം. പാതിരാത്രി നടു റോട്ടിൽ അത്തിപ്പഴം പറിക്കാൻ വന്നതാണോ നീ? അത് സാറെന്താ ഇവിടെ?
What the hell? I'm asking to you. ഈശ്വര എന്താ പറയാ ഐഡിയ അത് ഞാൻ മൂങ്ങിക്കൊണ്ടിരുന്ന ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ. കാര്യം പറയടി. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. വഴിയിൽ വെച്ച് പെട്രോൾ തീർന്നു പോയി. പിന്നെ സ്കൂട്ടി ഞാനൊരു സൈഡ് വെച്ചിട്ട് നടന്നു പോവായിരുന്നു വീട്ടിലേക്ക്. ഏത് ഫ്രണ്ട്? ജെന്നി. ഈ പാതിരാത്രി നിന്നെ ഒറ്റയ്ക്ക് വിടാൻ സാഹസം കാണിച്ച നല്ല ബെസ്റ്റ് ഫ്രണ്ട്. നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ആണുങ്ങളാരും ഇല്ലായിരുന്നോ? ഒന്ന് കൂട്ടിനെങ്കിലും വിടാൻ. ഇല്ല, അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വയ്യാണ്ട് വന്നെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവൾക്കൊരു തുണയ്ക്ക് വേണ്ടി ഞാൻ പോയതാ. തിരിച്ചു വന്നപ്പോഴാ പെട്രോൾ ഇല്ലാത്ത കാര്യം ഞാൻ അറിയുന്നത്. ഓ, പെട്രോൾ ഇല്ലെന്ന് അറിഞ്ഞപ്പോ നീ എന്താ നിന്റെ വീട്ടുകാരെയും വിളിക്കാതിരുന്നത്? നിനക്ക് വാല് പോലെ ഒരുത്തം കൂടെ ഉണ്ടാവുമല്ലോ, അവനെന്തിയേ? ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ആ ബെസ്റ്റ്. നിന്നെപ്പോലുള്ള അവളന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണോ പീഡനങ്ങൾ ഓരോന്നും ഉണ്ടാകുന്നത്. അടുത്ത പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നോ? നീ എന്താ അങ്ങോട്ട് വരാതിരുന്നത്? അതിപ്പോ വന്നാലും അവിടെ സാറുണ്ടാകുമല്ലോ. അപ്പൊ ഈ പറഞ്ഞത് അവിടെ നടക്കത്തില്ലെന്ന് ഉറപ്പൊന്നുമില്ലാതില്ലല്ലോ. വാട്ട്? കം അഗൈൻ? നത്തിങ് സാർ, ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. കൂടുതൽ ആത്മഹരിക്കാണ്ട് നടന്നാട്ടെ. നിന്റെ വീട് ഇവിടെ അടുത്താണോ? ഇല്ലെങ്കിൽ കാറുണ്ട്, കാറിൽ കൊണ്ടുപോയി വിടാം. അല്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആങ്കിൽ നടക്ക്. പാതിരാത്രി ഒരു മാരണങ്ങൾ. അതും പറഞ്ഞ് ഇരുവരും മുന്നോട്ട് ചുവടുകൾ വെച്ചപ്പോഴാണ് പെട്ടെന്ന് അൽവിയുടെ കാൽ വഴുതി അവൾ താഴേക്ക് വീഴാൻ പോയത്. ഉടനെ തന്നെ ഏയ് അൽവി, സൂക്ഷിച്ച്. വീഴാൻ പോയ അൽവിയെ പെട്ടെന്ന് തന്നെ വി തന്റെ കൈകളിൽ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തതും പെട്ടെന്ന് തന്നെ അവരുടെ ചുണ്ടുകൾ ഇണചേർന്നു. അപ്രതീക്ഷിതമായ ചുംബനത്തിൽ പകച്ചുപോയ ഇരുവരും പെട്ടെന്ന് തന്നെ അകന്നു മാറി. ഒരു നീണ്ട നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവിടെ വിയുടെ ശബ്ദമുയർന്നു. ആർ യു ഓക്കേ? എന്നാ മിഡ് നൈറ്റ് ഡ്രീം കണ്ടു കരേ നടക്ക് വീട്ടിലോട്ട്. അതും പറഞ്ഞ ആൽവിയെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു നീങ്ങിയ വിയെ നോക്കിക്കൊണ്ട് ആൽവി പറഞ്ഞു, കാട്ടുമാക്കാൻ